അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു 15 ദിവസത്തെ ചെറിയൊരു വെക്കേഷനാണ് വന്നേക്കുന്നത്. കളിയാട്ടം തെയ്യൊക്കെ കൂടാനായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞ ഉടനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. മസ്കറ്റിൽ നിന്ന് 2:50 എയർ ഇന്ത്യ എക്സ്പ്രസ്സിലായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് നേരെ കോഴിക്കോടേക്ക്. പാറു കയറിയ ഉടനെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഉറക്കങ്ങ് ശരിയായില്ല കേട്ടോ. പിന്നെ ലാൻഡിങ്ങിന് കുറച്ച് സമയം മുമ്പ് ആൾ എഴുന്നേറ്റുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല ചുമയായിരുന്നു കേട്ടോ. കോഴിക്കോട് എയർപോർട്ടിലെത്തി പുറത്തിറങ്ങുമ്പോഴേക്കും അച്ഛനും പിന്നെ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ മോനും ആയിരുന്നു പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി അപ്പോൾ നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോവാണ്. ചുരമൊക്കെ കയറിയിട്ട് രാത്രിയത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയാവാത്തതുകൊണ്ട് ആ ഒരു യാത്രാക്ഷീണമല്ല, ഒരു ഉറക്കച്ചടവ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതെൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട്. എനിക്ക് രാത്രി ഉറങ്ങി പുലർച്ചയൊക്കെ എഴുന്നേറ്റ് റെഡിയായിട്ട് എയർപോർട്ടിലെത്തി ആ ഒരു ടൈമിലുള്ള ഫ്ലൈറ്റിനേക്കാളും എന്തുകൊണ്ടും എനിക്കിഷ്ടം രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പുള്ള ഫ്ലൈറ്റിൽ അങ്ങ് കയറി വരാനാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. ഇതുപോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. എയർ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ ഒന്നും തിന്നാനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ദോശയും ചമ്മന്തി ആയിരുന്നു കേട്ടോ. ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ ഭയങ്കര ഗംഭീരമൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതാ ഞാൻ നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പം അങ്ങ് പോയി ചെയ്തതാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. പ്ലാൻ മീൻസ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു കളറും ഒന്നും ഞാൻ പ്ലാൻ ചെയ്യാതെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പേജിൽ നോക്കിയിട്ട് എനിക്കിഷ്ടാവുന്ന ഒരു കളർ അങ്ങ് ചൂസ് ചെയ്തതാണ്. ഈ കളർ തന്നെയാണ് ഞാൻ മിക്കപ്പോഴും ഞാൻ വീട്ടിൽ നിന്നാണെങ്കിലും നെയിൽ പോളിഷ് ആയിട്ട് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരു ചേഞ്ച് ആവായിരുന്നോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈഡ്രാ ഫേഷ്യലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം ചെയ്യാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഫേസിൽ ഞാൻ അങ്ങനെ പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല. പക്ഷെ ചെയ്തപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു നല്ല ഒരു ഹെൽത്തി ഒരു സ്കിന്നൊക്കെ നല്ല നറിഷ്ഡ് ആയിട്ട് ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പം അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചേട്ടൻ ഇങ്ങനെ മാവിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഒരു മാമ്പഴം പറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഞാനും പാറും നോക്കി നിൽക്കുന്നത് കണ്ടിട്ടാണോ എന്നറിയില്ല, അവർ ഒരു മാങ്ങ വേണമെന്ന് ചോദിച്ച് അങ്ങനെ ഒരു പഴുത്ത മാങ്ങ. അപ്പം നാട്ടിലെത്തിയിട്ട് ആദ്യം തന്നെ ഇത്തവണത്തെ മാങ്ങ തിന്നങ്ങ് ഉദ്ഘാടനം ചെയ്തേക്കാണ്. വരുന്ന വഴിക്ക് ഇതുപോലെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പാണ് ഈ കട. അപ്പോൾ അവിടെ നല്ല അവരുടെ തന്നെ ഫാമിൽ നിന്ന് ഉണ്ടാക്കുന്ന നല്ല സംഭാരവും പേടയും ഒക്കെ കിട്ടും കേട്ടോ. അങ്ങനെ അപ്പം തന്നെ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ആ ഒരു മോരിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ. എനിക്ക് ഈ മോര് തൈര് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടെ തന്നെ ഉണ്ടാക്കിയൊരു പേട ഉണ്ടായിരുന്നു. അപ്പം നല്ല പേടയാണെന്ന് അച്ഛനും പിന്നെ വലിയച്ഛനും മോനൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിൽമേൻ്റെ പേടേൻ്റെ അത്ര എനിക്കിഷ്ടമായില്ല. പക്ഷെ എന്നാൽ അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണല്ലോ, അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കേട്ടോ. പാറുവിന് നല്ല ചുമയായിരുന്നു. അപ്പോൾ പിന്നെ വരുന്ന വഴിക്ക് തന്നെ ഞാനൊരു ഹോമിയോ ഫാർമസിയിൽ കയറിയിട്ട് മെഡിസിനൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. നാട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ ആകെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനി ചുമയെങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഓൾമോസ്റ്റ് വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ. 1:30 ആകുമ്പോഴായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാറു ഉണ്ടായതുകൊണ്ട് തന്നെ നിർത്തി വന്നതുകൊണ്ട് കുറച്ച് ലേറ്റായി. ആക്ച്വലി നമുക്കൊരു 2.5 മണിക്കൂർ മതി എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക്. വീട്ടിൽ എത്തുമ്പോഴേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ കൊതിയായിട്ട് വയ്യായിരുന്നു. അപ്പോൾ അതാ വിചാരിച്ച പോലെ തന്നെ എനിക്ക് ഇലയിൽ കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇലയൊക്കെ മുറിച്ച് ഇലയിൽ തന്നെ കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറി ആയിരുന്നു കേട്ടോ. പിന്നെ ചിക്കനും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഫുഡ് കഴിച്ചിട്ടാണ് കുളിച്ചത്. അത്ര വരെ എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനുള്ളൊരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നു കേട്ടോ. പാറു ആണെങ്കിൽ എങ്ങനെ വിളിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് എന്തോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവളങ്ങനെ താഴെ അമ്മേൻ്റെയും അച്ഛൻ്റെയൊക്കെ കൂടെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം വന്ന് കിടന്നുറങ്ങി. ബോധം കെട്ട് ഉറങ്ങി എന്ന് പറയുന്നതായിരിക്കും കേട്ടോ നല്ലത്. നല്ല ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ ഒരു 4:30 5:30 ആകുമ്പോഴാണ് കേട്ടോ എഴുന്നേറ്റത്. ഇനിയിപ്പോൾ താഴെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. നാട്ടിലാവാൻ പിന്നെ ഇനി എന്ത് കഴിക്കുന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് അപ്പോൾ സമയമാകുമ്പോഴേക്കും അമ്മ അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാവും. മസ്കറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നെ ഉണ്ടാക്കി നമ്മൾ എന്നെ കണ്ടുപിടിക്കണം ഇനി എന്താ കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അത് ഒരു പരിധി കഴിയുമ്പോൾ അതങ്ങ് ബോറടിച്ച് തുടങ്ങും കേട്ടോ. അപ്പം നാട്ടിൽ വന്നാൽ ഫുൾ എൻജോയ് ചെയ്യലാണ്. അമ്മമാരുണ്ടാക്കുന്ന ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഏട്ടൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്, നാട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ കഴിച്ചങ്ങ് അർമാദിക്കലാണ് ശരിക്കും പറഞ്ഞാൽ.
എനിക്ക് ഈ കൊപ്ര ഉണ്ടല്ലോ, കൊപ്ര കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയൊക്കെ ചിരവാനൊക്കെ അമ്മയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രമേ കിട്ടുള്ളൂ. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. പച്ചത്തേങ്ങ കഴിക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഈ കൊപ്ര കഴിക്കാനാണ് കേട്ടോ. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. ഞാനിങ്ങനെ പലരടുത്ത് പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു എനിക്കൊന്നും അതൊന്നും ഇഷ്ടമല്ലാന്ന്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് നമ്മളിനി നേരെ വല്യമ്മമാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോവുകയാണ്. ഞാനിവിടെ വയനാട്ടിലൊരു 4 ദിവസമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നേരെ എൻ്റെ വീട്ടിലേക്ക് പോകും, പയ്യന്നൂരേക്ക് പോകും. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ വരാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് തന്നെ ഏതായാലും അവിടെയൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചു. മാർച്ച് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ എക്സാം ടൈമാണ് കേട്ടോ. ഞാനും അച്ഛനും പാറക്കുട്ടിയും കൂടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. സ്കൂട്ടിയിൽ അങ്ങ് പോയി വേഗം വരാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാ കേട്ടോ. അറിയില്ല നീതു ചേച്ചി വന്നോ? ആണോ? കുട്ടികളോ? വാ നീ എന്ത് തിന്നുന്ന ഫോട്ടോ ഒന്നും വേണ്ട, നീ വാ. നിനക്ക് ചോക്ലേറ്റ് ഇല്ല. ഇന്നത്തെ ചോക്ലേറ്റിന്റെ കോട്ട നിന്റെ കഴിഞ്ഞു. ഇല്ല, നടക്ക് കടിച്ചിട്ടാണ്. ഇതടി ഇവിടെയൊക്കെ കൊറേ മുട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ നാളേക്ക് വിരിയുന്നതാ. ഇതൊന്നും നാളെ വിരിയില്ലാത്തോ? ആ പ്യൂപ്പയോ എവിടെ? എന്ത് അത്? ഇതാണ് ഇലയാ, അതിന്റെ വാഴയില. ഏത്? ഇവിടെതാ മണുണ്ടോ? നമുക്കിത് മാല ഉണ്ടാക്കിട്ട് തലയിൽ ചൂടിയാലോ? എന്തോ ഡാൻസിന് ഇട്ട് കൊടുക്കുന്ന കമ്മലായിരിക്കും അച്ഛാ. അതെ അവർക്കത് ഒരു ടെൻഷൻ തന്നെ ആയിരിക്കും. അതെ നീ എന്താ അങ്ങനെ നോക്കുന്നേ? മോളെ എത്രയൊക്കെ കാണാതെ നിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. അമ്മൂനല്ലേ അറിവായി. ആ ശരിയാ. അത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പക്ഷെ അവരെ മതിയില്ലേ ദിവ്യ ചേച്ചിന്റെ അമ്മേനെ. ശരി തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിലായതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ടുണ്ടാവും കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാവുന്ന സമയത്ത് നമ്മൾ ആരും ഇവിടെ കഴിക്കാനില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ചെത്തി നന്നാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവച്ച് തരും കേട്ടോ. അവർക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തൊലിയൊന്നും കളഞ്ഞ് അങ്ങനെ കഴിക്കില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാം നന്നാക്കി കഴിക്കേണ്ട പാകത്തിൽ അങ്ങനെ കൊണ്ടുവച്ച് തരും കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നാട്ടിൽ നിന്നുള്ള കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇനിയിപ്പം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടുത്തെ കളിയാട്ടങ്ങളും തെയ്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടുതൽ വീഡിയോസിൽ കാണാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.